സീരിയൽ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഇനിയിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ബാസി, അതായത് ഇതിന്റെ പേരെന്താണ്, സുരേഷ് ബാബു അതായത് ഉപ്പുമുളകിലെ ഒരു പ്രധാന ക്യാരക്ടറാണ്. അദ്ദേഹവും ഇപ്പൊ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഉപ്പുമുളകിലെ വിവാദം അവസാനിക്കാത്തതിന് ഒരു മെയിൻ കാരണം എന്താണെന്ന് പൗർണമിക്ക് തോന്നിയിട്ടുണ്ടോ? ആ സീരിയലിനെ സ്നേഹിക്കുന്നവർ ഇന്നും ഉണ്ട്. കാരണം അത് ഇനിയും പഴയതുപോലെ അല്ലെങ്കിൽ അതിലും ശക്തമായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ കേരളത്തിലുണ്ട്. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഒരു സീരിയൽ ആയിരുന്നില്ല, അതൊരു എന്താ പറയുക, ചെറിയൊരു സീരിയൽ ടൈപ്പ് ബിഗ് ബോസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലൈവായിട്ട് ക്യാമറ അതിനകത്ത് വെക്കുന്നില്ലെന്നേ ഉള്ളൂ, മറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ നടക്കും. നമ്മളിപ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്നു, അമ്മയോട് വഴക്കിടുന്നു, അല്ലെങ്കിൽ അമ്മ നമ്മളെ വഴക്ക് പറയുന്നു, ഹോംവർക്ക് ചെയ്യാൻ പറയുന്നു, അപ്പുറത്തെ വീട്ടിൽ ചക്കപ്പഴം കൊണ്ട് കൊടുക്കുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീടുകളിൽ, സാധാരണ വീടുകളിൽ നടക്കുന്ന പല കാര്യങ്ങളും അതിനകത്ത് വളരെ വ്യക്തമായിട്ട് നാച്ചുറൽ ആയിട്ട് കാണിക്കുന്നു. അഭിനേതാക്കൾ അതിലും നാച്ചുറൽ ആയിട്ട് അഭിനയിച്ച് പതിപ്പിക്കുന്നു, അല്ലെ? പക്ഷെ ഇതിപ്പോ ബാസി ആണെങ്കിലും, ബാസി എന്ന പേരുള്ള കഥാപാത്രത്തിന് ഒരു ബാസി എന്നാണ്, തമാശയായിട്ടുള്ള കഥാപാത്രമാണ് അതിനകത്ത് ഈ പറയുന്ന സുരേഷ് ബാബുവിന്റെ. അദ്ദേഹം ഇന്ന് ഉപ്പുമുളകിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഒരു ചാനൽ വന്നിരുന്നുകൊണ്ട്. പക്ഷേ വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഇത്രയും കഴിഞ്ഞ 2015 തൊട്ടാണ് അദ്ദേഹം ആ ചാനലിനൊപ്പം ഉള്ളത്, അല്ലെങ്കിൽ ഉപ്പുമുളക് എന്ന സീരീസിലുള്ളത്. 9 വർഷത്തോളമായിട്ട് ആ ഒരു സെറ്റിലുള്ള പല അനുഭവങ്ങളും പല മെമ്മറീസും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അതിനകത്ത് അഭിനയിക്കുന്ന ഇവൻ ശിവാനി ആണെങ്കിലും കേശു ആണെങ്കിലും ഇവരുടെയൊക്കെ ഒരു ഗ്രോത്ത്, അല്ലെങ്കിൽ അവരുടെ ഒരു ചെറുപ്പ കാലഘട്ടം മുതൽ ഇപ്പോൾ അവരൊക്കെ വളർന്നു വലിയ കുട്ടികളായി, അവരൊക്കെ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബുദ്ധിയുള്ള നല്ല കുട്ടികളാണ്. അവരെയൊക്കെ പറ്റി പറയുമ്പോൾ വാചാലനാവുകയാണ്, സ്വന്തം മക്കളോട് എന്ന പോലെയുള്ള പെരുമാറ്റം. അപ്പൊ ആ സെറ്റിൽ എത്രത്തോളം നർമ്മം കലർത്തി അല്ലെങ്കിൽ എത്രത്തോളം രസകരമായിട്ടാണ് ആ സെറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്ന് തന്നെയാണ് ഇപ്പം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത്. അതായത് സ്വന്തം കുടുംബം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവിടെ കണ്ടിരുന്നത്. പല കഥാപാത്രങ്ങൾ വന്നു മാറിപ്പോയി, പക്ഷെ എങ്കിലും തുടക്കം മുതലുള്ള ആ ഒരു കഥാപാത്രങ്ങളോട്, ആദ്യം തൊട്ട് നമ്മുടെ കുടുംബത്തിലുള്ളവരോട് നമുക്കൊരു സ്നേഹം കാണുമല്ലോ. അപ്പൊ അതേ സ്നേഹം കീപ്പ് ചെയ്തുകൊണ്ട്, മക്കളെല്ലാം വലുതാവും, മക്കളെല്ലാം അവരുടെ വഴിക്ക് പോകും, എന്നാൽ പോലും അവരെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കാണുന്ന ഒരാൾ സംസാരിക്കുമ്പോഴാണെങ്കിലും നമുക്ക് അതിൽ നിന്ന് കിട്ടുമല്ലോ നമുക്കൊരു സന്തോഷം. ഇവിടെ ശരിക്കും അതാണ്. ഇപ്പൊ മുടിയൻ പോലും തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം നമുക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇതിനകത്തെ മെയിൻ കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്ന 2 പേർക്കെതിരെയാണ് ഈ ഒരു ലൈംഗിക അതിക്രമ പരാതിയൊക്കെ വന്നത്. അതിനെ തുടർന്ന് ആദ്യം ആരും മിണ്ടുന്നില്ലായിരുന്നു. അതിനുശേഷം മൗനം വെടിഞ്ഞ് 2 പേരും പുറത്തു വന്നു. നമ്മൾ അതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്താണ്. ഇപ്പോൾ അവരുടെ 2 പേരുടെയും ഉറ്റ സുഹൃത്തായ ഒരാൾ കൂടിയാണ് ഈ ബാസി എന്ന കഥാപാത്രം അഭിനയിക്കുന്ന സുരേഷ് ബാബു. അദ്ദേഹത്തിനോട് ഈ ഒരു ചോദ്യം വിത്ത് പെർമിഷൻ ആണ് ആ അവതാരിക ചോദിക്കുന്നത്. ആ ഒരു മാന്യത അവർ കാണിച്ചു, അത് ചോദിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഒന്നും അവിടെ ഇവിടെയും തൊട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറഞ്ഞില്ല. തന്റെ സുഹൃത്താണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ആ വ്യക്തിയോട് അതിനെപ്പറ്റി ചോദിക്കുന്നത്? നമ്മൾ സന്തോഷപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ വിഷമിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇത് ശരിയാണോ തെറ്റാണോ ഒന്നും അറിയില്ല. ഇപ്പൊ നമ്മളൊരു കാര്യം ഒരാളോട് നമുക്ക് വേണമെങ്കിൽ ചുമ്മാ ചോദിച്ചു പോവാം, പക്ഷെ അത് ചോദിക്കുമ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ലെങ്കിൽ ഉറ്റ സുഹൃത്ത് എന്ന നിലയിൽ പോലും അങ്ങനെ ചോദിച്ചല്ലോ എന്നുള്ള വിഷമം ഒരു പക്ഷേ എന്നും മനസ്സിലുണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം അതിനെപ്പറ്റി വ്യക്തമായിട്ട് ഈവൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇവർ തങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വ്യക്തമായിട്ടൊന്നും പൊതുമധ്യത്തിൽ പറയാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല. ഇപ്പൊ ഇവൻ മാനുവാണെങ്കിലും അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാ തെളിവുകളും ഉണ്ട്. ഇത്രയും നാളും മിണ്ടാതിരുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇവൻ നമ്മളൊന്ന് വെറുതെ ആണെങ്കിൽ പോലും പോലീസ് സ്റ്റേഷൻ വരെ പോലും കയറേണ്ടി വന്നിട്ടില്ല. എന്താണ് നടപടി, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഈവൻ ജാമ്യം എടുക്കണമെങ്കിൽ പോലും എന്താണ് അതിന്റെ പ്രൊസീജിയർ എന്ന് തനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഇന്ന് വരെ തനിക്കെതിരെ അത്തരത്തിലുള്ളൊരു അധിക്ഷേപം ഉണ്ടായിട്ടില്ല. വർഷങ്ങളായിട്ട് താൻ ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ആളാണ്. ഇതിനു മുൻപ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ താൻ അങ്ങനെ ഒരാളായിരുന്നുവെങ്കിൽ തനിക്ക് ഇതിനെ പറ്റിയൊക്കെയുള്ള ധാരണ ഉണ്ടാവുമായിരുന്നു അദ്ദേഹം തന്നെ വെളിപ്പെടുത്തി. അപ്പോൾ ഇവർ 2 പേരും, ഈ കുറ്റാരോപിതരായ 2 പേരുടെയും വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ 2 പേരും കാര്യമായ തെറ്റ് ഇതിനകത്ത് ചെയ്തിട്ടില്ല, ഇവരെ കുടുക്കിയതാണെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ കേസ് നിയമത്തിന്റെ വഴിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സുഹൃത്തിന് എന്തായാലും തീർച്ചയായിട്ടും നമുക്കറിയാലോ, കേസ് തന്റെ സുഹൃത്ത് അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അടുത്തറിയുന്നവർക്കാർക്ക് അത് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഈ കേസിന്റെ ഒരു കിടപ്പുള്ളത്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം മിണ്ടാതിരുന്നത്, അല്ലെ? കഴിഞ്ഞ ഇന്റർവ്യൂല് നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു, ബിജു സോപാനത്തിന്റെ തുറന്നു പറച്ചിലുകൾ. അപ്പൊ അദ്ദേഹം അതിനകത്ത് ബിജു സോപാനം എന്ന് പറയുന്ന നമ്മുടെ ബാലുവായിട്ട് കഥാപാത്രമായിട്ട് അഭിനയിക്കുന്ന അദ്ദേഹം എന്ന് പറയുന്നുണ്ട്, ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ലേ എന്നുള്ള ആ ആങ്കറിന്റെ അവതാരകന്റെ ചോദ്യം പറയുന്നുണ്ട്, നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല, ബിക്കോസ് അങ്ങനെയാണ് കേസിന്റെ ഒരു കിടപ്പ്. അതുകൊണ്ട് എല്ലാവരും ഒരു അംഗങ്ങളെ പോലെ ഒരുമിച്ച് ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നിടത്ത് ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അത് ആ 2 വശങ്ങളും പറയാൻ
പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം മിക്ക അംഗങ്ങളും എന്ന് അന്ന് ബാലു വേദനയോടെ പറഞ്ഞിരുന്നു. കാരണം ബാലുവിന് ഇതിൽ പിണക്കമില്ല. ബാലു മീൻസ് ബിജു സോമാനത്തിൽ പിണക്കമില്ല. കാരണം അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോ കുട്ടികളായാലും മുതിർന്നവരായാലും കൂടുതൽ അഭിനയിച്ചിരിക്കുന്ന അണിയറ പ്രവർത്തകരായാലും അവർക്കൊന്നും അതിനകത്ത് അഭിപ്രായം പറയാൻ പറ്റില്ല. കാരണം അഭിപ്രായം പറഞ്ഞാലും അദ്ദേഹം ചോദിക്കുന്ന പോലെ തെളിവുകൾ കോടതി കുറ്റവിമുക്തനാക്കട്ടെ, അല്ലെങ്കിൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തട്ടെ, എന്നാൽ മാത്രമേ ഇവരൊക്കെ ഇത് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും അർത്ഥമുള്ളൂ. അതുകൊണ്ട് അതിൽ കാര്യമില്ലെന്നാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ബാസി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് ബാസിയായിട്ട് അഭിനയിക്കുന്ന കഥാപാത്രം അല്ലെ ഈ പറയപ്പെടുന്ന സുരേഷ് ബാബു ക്ഷമിക്കാൻ പേര് തെറ്റിപ്പോകുന്നു. സുരേഷ് ബാബു വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നില്ല ഒരു കാര്യങ്ങളും. പലതും അവതാരകർ ചോദിക്കുന്നതിന് അദ്ദേഹം എല്ലാവരും നമ്മുടെ കൂടൊപ്പം കളിച്ച് വളർന്നവരാണ്. അതിപ്പോ ശിവാനി ആയാലും ഈ പറയപ്പെടുന്ന എല്ലാ കേശു ആയാലും അതിനകത്ത് നമ്മളോടൊപ്പം വളർന്ന കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫാമിലിയാണ്. ഒരുമിച്ച് കഴിക്കാനിരിക്കുമ്പോഴും ഒരു വല്ലാത്ത സന്തോഷമാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹം എടുത്തു പറയുന്ന ആ മിസ്സിംഗ് പേഴ്സൺസിനെ കുറിച്ചാണ്. കാരണം അതവിടെ അദ്ദേഹം മനഃപൂർവ്വം പറയാതെ പറയുന്നുണ്ട്. കാരണം കാണുന്നവർക്കറിയാം ഇവരുടെയൊക്കെ മടങ്ങി വരവ് ആഗ്രഹിക്കുന്നുണ്ട്. ആ സീരിയൽ എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്നപ്പോഴായിരുന്നു അത് പൂർണ്ണതയിൽ ഓടിക്കൊണ്ടിരുന്നത്. അത് ഇപ്പൊ നീലു ആയാലും ഈ പറയുന്ന ബാലു ആയാലും ശിവ മുടിയൻ ലച്ചു, അങ്ങനെ അത് മാത്രമല്ല അവിടെ അയൽവാസികളായിട്ട് അഭിനയിച്ചിരുന്നവർ, പുതുതായിട്ട് വന്ന താമസക്കാർ, ഇപ്പൊ സരിതാ ബെട്ടിയുടെ ക്യാരക്ടർ, അവരുടെ മകൾ മുടിയന്റെ ഭാര്യയായിട്ട് വരുന്ന അവരുടെ ക്യാരക്ടർ, ഇതൊക്കെ നമ്മുടെ തൊട്ടപ്പുറത്തെ അയൽവാസികളോട് നമ്മൾ ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ. സത്യത്തിൽ ഒരു എപ്പിസോഡ് പോലും നമുക്ക് ചിരിക്കാതെ അറിയാതെ ഹൃദയത്തിൽ നിന്ന് ചിരി വരാതെ കാണാൻ പറ്റില്ല. അതിനകത്ത് ബാലു എപ്പോഴും പണി എടുക്കാതെ അവിടെ കവലയിൽ പോയി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ പടവല മുത്തശ്ശനും മറ്റേ നിന്റെ കുട്ടാമ്പിള്ളയും നിന്റെ അച്ഛൻ കുട്ടാമ്പിള്ളയാന്ന് പറഞ്ഞ ഡയലോഗും അതിന് നീലുവിന്റെ പ്രതികരണങ്ങളും, അതുപോലെ പിള്ളേരുടെ ശിവാനിയുടെ ആയാലും കേശുവിന്റെ ആയാലും അഭിനയങ്ങളും ഒക്കെ, ഓരോരുത്തരുടെ കുസൃതി പറച്ചിലുകളും, ആ കൊച്ചു മറ്റേ കാനാദിയുടെ അഭിനയവും ഒക്കെയും അത് ഗിന്നസ് പാർക്കുട്ടി ഇത്രയും ചെറുതിലെ സീരിയലിലെ ഒരു മിനി സ്ക്രീനിൽ അഭിനയിക്കുന്ന വ്യക്തിയായിട്ട് അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് ആ പെങ്കൊച്ചിന്. അത് ഗിന്നസ് വേൾഡ് ലിംഗ ബുക്സ് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ അങ്ങിയത്. ഇത്രയൊക്കെ സവിശേഷതകളുള്ള ഒരു സീരിയൽ, ഇത്രയും നമ്മൾ എച്ചകരമായിട്ടുള്ള ആരോപണം വരിക എന്ന് പറയുമ്പോൾ അതും ഒരു കള്ള ആരോപണങ്ങൾ. അത് ബാസി അതിനകത്ത് പറയാതെ പറയുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു മേശയുടെ ചുറ്റിരുന്ന് രമ്യതയോട് തീർക്കേണ്ടതല്ലായിരുന്നോ? എന്തിനാണ് അത് ആവശ്യമില്ലാത്തതിലേക്ക് വലിച്ചഴക്കേണ്ടതെന്ന് തോന്നി അദ്ദേഹത്തിന്റെ മറുപടിയിൽ പലതിലുമുണ്ട്. ആ ഒരു വേദന അദ്ദേഹം അതിനകത്ത് റെൻഡർ ചെയ്യുന്നുണ്ട്. നമുക്കത് ആ ഇന്റർവ്യൂ മുഴുവനായിട്ടിരുന്ന് കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും. കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തിനാണ് നമ്മളത് ഒരു ഈഗോ ക്ലാഷ് ആക്കുന്നതിന് പകരം നമ്മൾ ഇത്തരം വർഷങ്ങളായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സീരിയലാണ്, അതായത് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു MNC-ലൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല മറ്റൊരു സീരിയലുകളിലും ഇത്രയും വർഷങ്ങളോളം അഭിനയിക്കുന്നത്. അതായത് നമ്മുടെ വളർച്ചയും നമ്മുടെ മാറ്റങ്ങളും എല്ലാം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീരിയൽ ലൊക്കേഷൻ, ഷൂട്ടിംഗ് ലൊക്കേഷൻ. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ അത് നായിക കഥാപാത്രമായാലും നായിക കഥാപാത്രമായാലും സഹനടന്മാരായാലും എന്ത് ആയാലും ഒരു മേശയുടെ ചുറ്റിനും ഇരുന്ന് പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയങ്ങൾക്ക് പകരം അത് ഇത്രയും വളർത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലെന്ന് അദ്ദേഹത്തിന്റെ വാചകങ്ങൾ നമുക്ക് തോന്നിയിട്ടുണ്ട് അല്ലെ. കാരണം ഇത്രയും അത് വഷളാക്കിയത് കൊണ്ടാണ് അത് കേസിലേക്കും പുകാറിലേക്കും ഒക്കെ പോയത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ നല്ലൊരു സീരിയൽ അല്ലെങ്കിൽ നല്ലൊരു സീരീസ് ഉപ്പുമുളക് എന്ന് പറഞ്ഞ ആ ഒരു കലാ മൂല്യമുള്ള ആ ഒരു സംഭവം അത് അവിടെ സ്റ്റക്ക് അടിച്ച് നിൽക്കുകയാണ്. അതിങ്ങനെ മുടങ്ങിയാണ് ഇപ്പൊ പോകുന്നത്. തേർഡ് പാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിയാണ്, അതിനകത്ത് രണ്ട് അമ്മമ്മമാരും കുട്ടികൾ മാത്രമാണ് ഇപ്പൊ ആ സീരിയൽ കൊണ്ടുപോകുന്നത്. പക്ഷെ അതിന്റേതായ കുറവ് ആ സീരിയലുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അന്നത്തെ ബാലുവും നീലുവും മറ്റേ ആ ഒരു പഞ്ചൊന്നും ഇപ്പൊ ഉപ്പുമുളകിനില്ല. ആരും ഒന്നും ശ്രദ്ധിക്കുന്നു പോലും. മറ്റേന്ന് പറഞ്ഞാൽ ബോറടിക്കുമ്പോൾ നമ്മളെടുത്ത് TV ഓൺ ചെയ്യുവാണെങ്കിൽ, TV മാത്രമല്ല യൂട്യൂബിലാണെങ്കിലും ജസ്റ്റ് അതിന്റെ കട്ട്സ് കണ്ടു കഴിഞ്ഞാൽ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു എപ്പിസോഡ് അല്ലെ പാർക്കുട്ടിയുടെ കണ്ണന്തിരിവും അച്ഛന്റെ കാര്യം നോക്കി അച്ഛൻ എന്നോട് എന്തിനാ പറയാൻ തിരിയാതിരി അവരുടെ പുഴുപ്പല്ലും ഒക്കെ കാണുമ്പോഴും, അതോടെ ലച്ചുവിന്റെ പറച്ചിൽ, ലച്ചുവിന്റെ ഉടായ്പ്, പിന്നെ അതുപോലെ കേശുവിന്റെ ഉടായ്പ്, നമ്മൾ സഹോദരങ്ങൾ തമ്മിൽ ഏത് വീട്ടിലാണ് അടിവെക്കാതെ ആ ഒരു ഓർമ്മകളിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ട് ചെല്ലും. ആ ഒരു ക്വാളിറ്റിയാണ് ഈ ബാലുവും നീലുവും ഈ പറയപ്പെടുന്ന പോലെ ശ്രീകുമാറും ഒക്കെ പോയപ്പോൾ അതിനകത്ത് ഇല്ലാതായി. ശ്രീകുമാറൊക്കെ ലാസ്റ്റിലേക്ക് വന്നാണെങ്കിലും ശ്രീകുമാറിന്റെ ഒരു പോർഷൻ ശ്രീകുമാർ വളരെ മനോഹരമായിട്ട് അതിനകത്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് നാളായിട്ട്. സോ അതിന്റെ ഒരു ആ ഒരു ഓജസാണ് നഷ്ടപ്പെട്ടു പോയതല്ലേ പൗർണമി. പിന്നെ എത്രയോ മനോഹരമായിട്ട് എത്ര എപ്പിസോഡുകൾ കവർ ചെയ്തൊരു സീരിയലിൽ നിന്നും നമുക്ക് വിളിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു ലൊക്കേഷനും അല്ലെങ്കിൽ അവരുടെ പാറമട വീടോ അല്ലെ പടവല ഇവരുടെ ഒരു സ്ലാങ്ങും ഇവരുടെ ഒരു സംസാര രീതിയും ഇതൊക്കെ ഏറെ ആൾക്കാരെ നല്ല രീതിയിൽ ആകർഷിച്ച ഒരു സിനിമയാണ് അല്ലെങ്കിൽ സീരിയലാണ്. അപ്പൊ പലരും സീരിയൽ കാണാൻ താല്പര്യം ഇല്ലാത്തവർ പോലും ഉപ്പുമുളക് ഇരുന്ന് കാണുമ്പോൾ നമ്മൾ നോർമലി ചോദിക്കാറുണ്ട്, സീരിയൽ കാണാൻ നിങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ, പിന്നെ ഇതെന്തിനായിരുന്നു കാണുന്നത്? ഇതിനെ സീരിയൽ കാറ്റഗറിയിൽ പറയാനേ പറ്റില്ല, ജസ്റ്റ് പേരെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ ഇത് ആർക്ക് വേണമെങ്കിലും കാണാം. മറ്റതെല്ലാം കരച്ചിലും അല്ലെങ്കിൽ കുറ്റപ്പറച്ചിലും അങ്ങനെയാണെങ്കിൽ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ സഹോദരങ്ങളുമായിട്ട് അല്ലെങ്കിൽ അമ്മയായിട്ട് മടി പിടിച്ചിരിക്കുന്ന ലച്ചു
വെച്ചു, ലച്ചുനെ കൊണ്ട് ദോശ ഉണ്ടാക്കിക്കുന്നു. പിന്നെ സ്ഥിരം വീടുകളിൽ ദോശ മാത്രമോ ഇന്നും ദോശയാണോ, അങ്ങനെയുള്ള ക്ലീശേ ഡയലോഗുകൾ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നേരിട്ട് കാണുന്ന കാര്യങ്ങൾ നമ്മളെ ഒരു സ്ക്രീനിലൂടെ കാണിച്ചു തരുന്നു എന്നതിനപ്പുറത്തോട്ടും നമുക്ക് വേറെ കൂടുതലായിട്ട് ഇത് കാണുമ്പോൾ ഒന്നും ചിന്തിക്കാനില്ല. അല്ലെങ്കിൽ നാളെ എന്ത് നടക്കും, അല്ലെങ്കിൽ മറ്റന്നാൾ എന്ത്. മറ്റു സീരിയൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മുടെ ഒരു മുൾമുനയിൽ കൊണ്ടാണ് നിർത്തുന്നത്. എന്നിട്ട് നാളെ എന്തായിരിക്കും, നാളെ ഇവര് പറയുമോ, അങ്ങോട്ട് ഇഷ്ടം പറയുമോ, ഇങ്ങോട്ട് പറയുമോ എന്നൊക്കെയുള്ളൊരു തള്ളിപ്പൊളി സാധനമൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ അതൊന്നും അല്ല. ഈ ഉപ്പുമുളകും പേര് പോലെ തന്നെ ഇച്ചിരി ഉപ്പുമുളകും എല്ലാം കൂടെ വരണ്ടി എല്ലാവർക്കും ഒന്നും കൊടുക്കുകയാണ്. ഭയങ്കര സന്തോഷം വരുന്നതായിട്ടല്ലേ? അതെ, കാരണം നമുക്ക് ആ സീരിയലിൽ തന്നിരുന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു. അതായത് മടുപ്പൻ സീരിയലുകളിൽ നിന്ന്, മെഗാ സീരിയലുകളുടെ മടുപ്പിൽ നിന്നുകൊണ്ട് എല്ലാ സീരിയലിലും ഒരേ ടോൺ, ഒരേ രീതി, എല്ലായിടത്തും അമ്മായിമ്മയും മരുമകളും തമ്മിൽ പ്രശ്നം, പിന്നെ മരുമകൾ ഗർഭിണിയാകാൻ പ്രസവിക്കാൻ 10 വർഷം ഒരേ ടൂണ്, അതായത് അത്രയും മേക്കപ്പ് സെറ്റോട് കൂടി കിടന്നുറങ്ങുന്ന വീട്ടുകാര്, ഇതൊന്നും ഒരിക്കലും റിയലിസ്റ്റിക് അല്ല. ഏതോ ഉത്തരേന്ത്യൻ സീരിയലുകളിലെ കോപ്പിയടിയായി നമ്മുടെ ഈ പറയുന്ന ടെലിവിഷൻ ചാനലിലെ സീരിയൽ മലയാളം മാറി അധപ്പതിച്ചൊടിക്കുന്ന സമയത്താണ് ഉപ്പുമുളക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ആരും പരിചിതമല്ലാത്ത ഒരു സ്റ്റൈൽ ഓഫ് ആർട്ട് നമ്മളിലേക്ക് വരുന്നത്. ഉപ്പുമുളകും അതുവരെ മലയാള സിനിമയിൽ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ജോണർ ഒരിക്കലും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് വമ്പൻ ഹിറ്റാണ്. കാരണം അതിലെ വമ്പൻ ഹിറ്റിന്റെ ഒരു കോർ റീസൺ അതിന്റെ നാച്ചുറാലിറ്റി ആയിരുന്നു. അതിൽ തിരഞ്ഞെടുത്ത കഥാപാത്രങ്ങളായാലും ആ വീടായാലും അതോടൊപ്പം തന്നെ അവരുടെ സ്റ്റൈല്, ബാലു ആയാലും നീലു ആയാലും അതിൽ അഭിനയിച്ചിരുന്ന എല്ലാ കഥാപാത്രങ്ങളെയും അതിന്റെ സംവിധായകൻ അതുപോലെ തന്നെ സെലക്ട് ചെയ്തു. ശരിക്കും അവരുടെ പ്രായം നോക്കണം. ഈ കുട്ടികൾക്കൊക്കെ എന്ത് പ്രായമുണ്ട്, അവരവരുടെ വീട്ടിൽ പെരുമാറുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ സ്വന്തം വീട്ടിൽ എങ്ങനെയാണോ നമ്മൾ ഓരോരുത്തരുമാണ് അതെന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള അവരുടെ ആക്ടിങ് സോ നാച്ചുറൽ. അതിനകത്ത് മറ്റേ നാടക ഡയലോഗുകളില്ല, മറ്റേ മ്യൂസിക് ഇട്ടിട്ട്, മറ്റേ മ്യൂസിക് ഇല്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെ, മ്യൂസിക് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടം, അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ശരിക്കും ഒരു വീട്ടിൽ നടക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ. അതിന്റെ ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള സീരിയലാണ് ഇപ്പോ ഈ ഒരു ഈഗോ ക്ലാഷും പ്രശ്നങ്ങളും. ബാലു പറഞ്ഞത് സത്യമാണെങ്കിൽ, ബിജു സോമാന പറഞ്ഞ സത്യമാണെങ്കിൽ, അതിന്റെ ഇന്റേണൽ പ്രോബ്ലംസ് കൊണ്ട്, ഇല്ലാത്ത കള്ളക്കഥകൾ കെട്ടി ചമച്ചുകൊണ്ട്, വെറും ഒരു ഈഗോയുടെ പേരിൽ അല്ലെങ്കിൽ പടലപ്പടക്കത്തിന്റെ പേരിൽ നല്ലൊരു കലാമൂല്യമുള്ള ഒരു സീരിയലിനെയാണ് ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ സത്യാവസ്ഥ പോലീസ് തന്നെ പുറത്തു കൊണ്ടുവരട്ടെ. ആ സീരിയലിലുള്ള ആൾക്കാരെല്ലാം പടല പ്രശ്നങ്ങളെല്ലാം ബാസി പറഞ്ഞതുപോലെ പറഞ്ഞു തീർത്തുകൊണ്ട് ഒരുമിച്ച് ഇനിയും ഒരുപാട് എപ്പിസോഡുകളും ഒരുപാട് സീരീസുകളും വെറൈറ്റി ആയിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങളും കാഴ്ചവെക്കാൻ ഇതിന്റെ അംഗങ്ങൾക്കെല്ലാം സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.